ചില ചില കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ മെയിൽ ഫീമെയിൽ ഇപ്പം ഗ്ലോറിയസ് എക്സോട്ടിക്സിൽ 100 രൂപയുള്ളൂ പെർ ബേർഡിന്റെ DNA. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിരിക്കും വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഹാപ്പി ന്യൂ ഇയർ. എന്തായാലും പേഴ്സണും അടിപൊളിയാവട്ടെ. അപ്പോൾ എൻ്റെ പേര് ഇപ്പോഴും അറിയാത്ത കുറേ പേരുണ്ട് കേട്ടോ. എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ഒക്കെ ബേർഡ്സ് ടെക്കി എന്നാണ് നെയിം വരുന്നത്, ഫേസ്ബുക്കിലാണെങ്കിലും. അപ്പോൾ എൻ്റെ ശരിക്കുള്ള പേര് വിശാഖ് എന്നാണ്. ഞാൻ വയനാട് സുൽത്താൻ ബത്തേരി എന്ന സ്ഥലത്താട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എനിക്ക് റെഗുലറായിട്ട് എനിക്ക് വരുന്നൊരു ചോദ്യമാണ്, ബ്രോ നമ്മളെ ഈ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് അതേപോലെ തന്നെ ബേർഡ്സുകളെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് എങ്ങനെ ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം പറയാം, എനിക്ക് വീഡിയോ അയച്ചു തന്നിട്ട് ഇത് ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുന്ന ഫ്രണ്ട്സിനോട് ജസ്റ്റ് ഒരു മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം അത്രയും കൺഫേം അല്ല. മെയിൻ ഞാനൊരു ആഫ്രിക്കൻ ബേർഡ്സ് ബ്രീഡർ അല്ല. ഓക്കെ, ആഫ്രിക്കൻ്റെ ഒരു ബ്രീഡർ അല്ല. മറ്റുള്ള ബേർഡ്സിനെ അയച്ചാൽ പിന്നെ നമുക്കൊരു ബോണ്ടിങ്ങിലൂടെ നമുക്ക് പറയാമെന്നല്ലാതെ ഒരു കാരണവശാലും ഞാനൊരു ആഫ്രിക്കൻ ബേർഡ്സ് ബ്രീഡർ അല്ല. അപ്പം ആ ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വന്നത് എന്താ വെച്ചാൽ, എനിക്ക് ഇപ്പോൾ കുറച്ചായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ വീഡിയോസ് അയച്ചു തന്നിട്ട് എന്നോട് ചോദിക്കും, ബ്രോ ഇത് ഞാൻ കടയിൽ നിന്ന് എടുത്ത ബേർഡാണ്, ആണാണോ പെണ്ണാണോ എന്ന് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്ത് തരുമോ? എനിക്കത് നേരിട്ട് കണ്ടാൽ പോലും അറിയില്ല. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ മെയിൽ ഫീമെയിൽ യൂഷ്വലി ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇവിടെ വരുന്ന സൺകൊനൂർസ് ആയിക്കോട്ടെ കൊൻസ് എല്ലാതും DNA ഉണ്ട്. ഒരു വട്ടം മാത്രം നമ്മൾ DNA നോക്കുള്ളൂ. ചിലപ്പോൾ ഓരോ കാലിൽ 2 കാലിലും റിങ് സെയിം കളറായിരിക്കും. അപ്പോൾ റിങ്ങിന് ID ഡിഫറെൻ്റ് ആയിരിക്കും, റിങ് സെയിം നമ്പർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒറ്റ വട്ടം കണ്ടാൽ പിന്നെ നമുക്കറിയാം ഏതാണ് മെയിൽ ഏതാണ് ഫീമെയിൽ എന്ന്. കാരണം ഓരോ സൈസ് ഡിഫറെൻറ്റ്. അത് ഞാൻ ഇപ്പം നിങ്ങൾ പറയുന്നത് നിങ്ങൾ എല്ലാ കാര്യത്തിലും എടുക്കാൻ നിൽക്കരുത്. കാരണം ബേർഡ്സുകളെ ഏജ് ഇത് നമ്മളെ വയസ്സ് കൊണ്ടും ചില സമയത്ത് സൈസ് ഡിഫറൻസ് വരാറുണ്ട് കേട്ടോ. അപ്പം ആ കാര്യം ഒരു കാരണവശാലും ഞാൻ ഈ പറയുന്നത് ഓക്കെ എല്ലാം ആണും പെണ്ണും ആണെന്നുള്ള ഒരു കാരണവശാലും തീരുമാനം എടുക്കാൻ നിൽക്കരുത്. അത് തെറ്റാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഏറ്റവും സുഖം ഞാൻ പറയുകയാണ്, ദയവ് ചെയ്ത് നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ DNA അയക്കുക. ഇതാണല്ലോ എൻ്റെ ഇത്രയും ബേർഡ്സിനുള്ള DNA കാർഡാണത്. ഇത്രയും ബേർഡ്സ് എനിക്ക് എന്ത് ഡൗട്ട് തോന്നുന്നു ഞാൻ DNA എടുക്കും. ഇത് പല നമ്മളെ ലാബുകളെ കാർഡുണ്ട്, പലതരത്തിലുള്ള കാർഡുണ്ട്. ഇത് ബീക്സിൻ്റെ ആണോന്നുണ്ട്, ഇത് പ്രണിതീൻ്റെ ആണ്, പിന്നെ റെഡ് ബെല്ലിത്തെ ഉണ്ട്, ഗ്ലോറിയസ് ഉണ്ട്, അങ്ങനെ കണ്ടമാനം ലാബുകളത്തെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ എടുത്തതല്ല കേട്ടോ. കാരണം ഞാൻ ബേർഡ്സിന് വാങ്ങുന്ന സമയത്ത് ഒരാഴ്ചയായിരുന്നു ഞാൻ. പിന്നെ ഒരു കാര്യം പറയാം, ഇപ്പം നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ ബെറ്റർ ആണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഗ്ലോറിയസ് എക്സോട്ടിക്സിൽ 100 രൂപയുള്ളൂ പെർ ബേർഡിൻ്റെ DNA. ഓക്കെ, വേറെ ഒരു ഹിഡൻ ചാർജും ഇല്ല, 100 രൂപ അത്രേ ഉള്ളൂ. ഓക്കെ, പണ്ട് 160 രൂപ 150 രൂപ 200 രൂപ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം 100 രൂപയാണ് നിലവിലുള്ളത് കേട്ടോ ഗ്ലോറിയസിലേക്ക്. അപ്പോൾ നമ്മൾ ബേർഡ്സിൻ്റെ സാമ്പിൾസ് എടുത്തിട്ട് ഒരു 50 രൂപ പോസ്റ്റൽ ഫീസും കൊടുത്തിട്ട് അയക്കുക. എത്ര ബേർഡാണോ 2, 3, 4 ബേർഡാണെങ്കിൽ 400 രൂപ അയച്ചു കൊടുക്കുക. ഒരു പിറ്റത്തെ വീക്ക് നമുക്ക് സാധനം ഇതേപോലത്തെ ഒരു ATM കാർഡ് കണക്കിനൊരു കോപ്പി നമുക്ക് സെൻഡ് ചെയ്തിരും കേട്ടോ. അപ്പം അതാണ് ഞാൻ ഫസ്റ്റ് ഞാൻ പറയാൻ വേണ്ടി വന്നത്. അപ്പോൾ എനിക്ക് വീഡിയോസ് ഇട്ട് തരുന്നിടത്ത് എനിക്കൊന്നേ പറയാനുള്ളൂ, ഊഹം മാത്രമേ പറയുള്ളൂ. ഞാനത് പറഞ്ഞ ശേഷം ഞാൻ തീർച്ചയായും തൊട്ട് താഴെ ഞാൻ മെൻഷൻ ചെയ്യാറുണ്ട് ഉറപ്പല്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ള ഞാൻ ഒരു 5-8 വട്ടം ഏറ്റവും കുറഞ്ഞത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ 2 വട്ടം മാത്രമേ സക്സസ് ആയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ള എല്ലാ വട്ടവും സക്സസ് അല്ല. പിന്നെ ഞാൻ ഓരോ കാര്യം പറയണം. കാരണം ഒരു വട്ടം എഗ് ചെയ്തിട്ട് ആ ബ്രോ വിളിച്ചു പറഞ്ഞു, ബ്രോ എൻ്റെ മെയിലും ഫീമെയിലും തന്നെയാണ് എഗ് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ എഗ്ഗുകളുടെ എണ്ണം കൂടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞ് അത് ഇതാട്ടോ ജാവയാണ് കേട്ടോ, ജാവേൻ്റെ വൈറ്റ് ആൽബിനോ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രോ എന്ത് ഇഷ്യൂസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് സാമ്പിൾ എടുത്ത് അയക്കാൻ കഴിയുമോ ചോദിച്ചു. അങ്ങനെ സാമ്പിൾ എടുത്ത് അയച്ചു. 2 ഫീമെയിൽ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളുണ്ട്. പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത്, ഷോപ്പിൽ നിന്ന് വാങ്ങാൻ നല്ല ബേർഡ്സിന് കിട്ടുന്ന ഷോപ്പുകൾ എല്ലായിടത്തും ഉണ്ട്. ഞാനും ഷോപ്പിൽ നിന്ന് വാങ്ങാറുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അത്രയും കൺഫേം ആണ്, നിങ്ങൾ നോക്കിയ ശേഷം നല്ല ക്വാളിറ്റിയുടെ ബേർഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങാം. നല്ല ബേർഡിന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വാങ്ങാം. ഷോപ്പിൽ നിന്ന് വാങ്ങിയ ശേഷം ക്വാറന്റൈനിലിടേണ്ട മസ്റ്റാണ്. ക്വാറന്റൈനിലിടുക, അല്ലെങ്കിൽ എന്നെ പോലെ കുറച്ച് അനുഭവിക്കേണ്ടി വരും. മുമ്പത്തെ വീഡിയോയെങ്കിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന കണ്ടവരാണ് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അതിൽ ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ കാരണം മനസ്സിലാവും. ക്വാറന്റൈൻ ഒരു ബേർഡ്സിനെ സംബന്ധിച്ചിട്ട് മസ്റ്റാണ്.
ഓക്കെ, അപ്പോൾ കോർഡിനേറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഇപ്പോൾ ഈ ഒരു കേസായിട്ട് പറയാനാട്ടോ. അപ്പം എനിക്ക് അയച്ചു തരുന്നിടത്ത് എനിക്ക് ഒന്നും പറയാനുള്ളൂ. പിന്നെ നമുക്ക് ചില ബേഡ്സുകൾ നമുക്ക് മെയിൽ ഫീമെയിൽ അറിയാം. എന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഫിഞ്ചസുകൾ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതേപോലെ നമ്മൾ വിടാറുള്ള ഔൾ ഫിഞ്ചിന് നമ്മൾ DNA വിടാറുണ്ട് കേട്ടോ. കാരണം ഔൾ ഫിഞ്ച് നമുക്ക് പെട്ടെന്ന് കൺഫർമേഷൻ കിട്ടൂല. പിന്നെ ചില ബംഗാൾ ഫിഞ്ചസ് ഒക്കെ നമ്മൾ റിങ് ഇട്ടിട്ട് ആ സിംഗിനനുസരിച്ചിട്ട് നമ്മൾ ഇടാറ്. ഞാനിവിടെ എൻ്റെ ബംഗാൾ ഫിഞ്ചസിന് ഒന്നും എന്തൊരു DNA എടുത്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ കൊനൂർസിന് നമ്മൾ DNA വിടാറുണ്ട് കൺഫർമേഷൻ വേണ്ടിയിട്ട് കേട്ടോ. കോക്കട്ടേൽസിന് മിക്ക ആൽബിനോസിന് മാത്രമേ DNA വിടാറുള്ളൂ. അല്ലാത്തവരൊക്കെ എനിക്ക് ഏകദേശമൊക്കെ എനിക്കറിയാം. അങ്ങനെ ഇട്ടിട്ടൊക്കെ എല്ലാവരും ബ്രീഡായി ചിക്സ് ഇറങ്ങി തത്തുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് ബേഡ്സിന് മാത്രമാണ് നമ്മൾ DNA വിടേണ്ടത്. അപ്പോൾ അങ്ങനത്തെ നമുക്ക് ഒരു കൺഫർമേഷൻ. ആഫ്രിക്കനെ സംബന്ധിച്ചിട്ട് എനിക്ക് ആഫ്രിക്ക ഞാൻ പോറ്റാത്തതുകൊണ്ട് ആഫ്രിക്ക ഞാൻ ചെയ്തില്ല. ഞാൻ ആദ്യമാണ് ഫസ്റ്റ് ഞാനൊരു 2 പേരെ 3 പേരെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ആഫ്രിക്കനെ ചെയ്തിട്ടില്ല കേട്ടോ. എന്താ കാരണം വെച്ചാൽ വേറൊന്നുമല്ല, എനിക്ക് നല്ല പേരിന് കിട്ടാത്തതുകൊണ്ടാണ്. നല്ല പേരിന് കിട്ടിയാൽ ഇനിയും ചെയ്യാനുള്ള കോൺഫിഡൻ്റ് ആണ്, ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാ ബേഡ്സിനും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ആഫ്രിക്കനെ ഉള്ളവർ ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കുറച്ച് റിസ്ക് ഒന്നുമില്ല, അതിന് മാത്രമൊന്നുമില്ല, ഒന്ന് പിടിക്കുക, അതിൻ്റെ ഫെദേഴ്സ് ഒന്ന് പ്ലക്ക് ചെയ്തെടുക്കുക, ഒരു ചെറിയൊരു സിപ്ലോ കവറിൽ ഇട്ട് കൊടുക്കുക, അയച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. DNA ഞാൻ വിടാൻ പോകുന്ന ഒരു ബേഡ്സിനെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് ഞാൻ ഇപ്പോൾ DNA വിടാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. 3 പേരത് ഓർക്ക് ഓൾറെഡി DNA ഉള്ളതാണ്. മെയിലിൻ്റെ DNA എൻ്റെ ഇത് മിസ്സായിപ്പോയി. പിന്നെ ഇതെൻ്റെ റെഡ് ഫാക്ടറിൻ്റെ ആണ്, എൻ്റെ മെയിൻ പിങ്കി എന്ന ബേഡിൻ്റെ ആണ്. അപ്പോൾ ഓളിപ്പോൾ കുറേ ആയി വന്നിട്ട്, അപ്പോൾ ഓളെ മെയിലും ഫീമെയിൽ കൺഫർമേഷന് വേണ്ടിയിട്ടാണ് വിടുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാം, കുറച്ച് ടൈം എടുക്കണം എന്നുള്ളൂ. സംബന്ധിച്ച് ചെറിയൊരു ബേഡ്സും അത്ര റിസ്ക് ഒന്നും ഇല്ല. സൺകൊന്നൂറിൻ്റെ ഒക്കെ വെച്ചാൽ ഭയങ്കര റിസ്ക്കാണ്. നമ്മൾ ചില സമയത്ത് പിടിക്കുമ്പോൾ കടിച്ച് സൈസ് ആക്കും നമ്മളെ. അപ്പം പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ DNA അല്ലെങ്കിൽ പിന്നെ വെച്ചാൽ അത്രയും നല്ല എക്സ്പീരിയൻസ്ഡ് ആയുള്ള ബ്രീഡേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ ചിലവർ സൈസ് കൊണ്ട് മനസ്സിലാക്കാറുണ്ട്, ഞാൻ സൈസ് കൊണ്ടൊക്കെ മനസ്സിലാക്കാറ്. പിന്നെ ചിലവർക്ക് ആ ബേഡിനെ ചെയ്ത് പിന്നെ കാണുമ്പോൾ തന്നെ അറിയാം അത് മെയിലേക്കും ഇത് ഫീമെയിലേക്കും. പക്ഷെ അന്ന് കൺഫർമേഷൻ അല്ല. കൺഫേം ചെയ്യുകയാണെങ്കിൽ DNA തന്നെ അയക്കണം കേട്ടോ, അല്ലാണ്ട് കൺഫർമേഷൻ ചെയ്യാൻ റിസ്ക് ആണ്. അപ്പം ഇത് മറക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം സംശയങ്ങളും എല്ലാതരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ എൻ്റെ ചാനൽ കൂടെ തന്നെ പറയുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.